എനിക്ക് ഒരുപാട് അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. എന്താ പറയാ, തലവേദന, കൂർക്കം വലി, അതുപോലെ ബ്രീത്തിങ്ങിന്റെ ഡിഫിക്കൽട്ടീസ്, അലർജീസ് ഒരുപാട്. അത് അതുമൂലം ഇതേപോലെ തന്നെ പൾമനോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻസ് കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഏത് ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിലും ആ ഡോക്ടേഴ്സ് എല്ലാ ടെസ്റ്റുകളും നടത്തും. പക്ഷെ ടെസ്റ്റുകളെല്ലാം ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ എസിൽസത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രീത്തിങ് കൂർക്കവലിയുടെ ഒക്കെ പ്രശ്നമായിട്ട് തന്നതാണ് എനിക്ക് ആ ഒരു എസിൽസത്തെ. ആ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിലും ആ രാവിലെ അടിക്കും, കുറച്ചു നേരത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെയും തലവേദന, അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തലവേദന ആയിരിക്കും. ഒരു ഹൗസ് വൈഫാണ് ഞാൻ. പക്ഷെ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും എനിക്ക് ആ ഒരു രാവിലത്തെ ജോലികളൊന്നും കറക്റ്റ് ടൈമിങ്ങിന് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതേപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഡോക്ടർ ജോലിന്റെ വള്ളമറ്റത്തിന്റെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വരുന്നത്, ബീത്ത് ഹോസ്പിറ്റല് കടവന്ത്രയില്. അങ്ങനെ ഡോക്ടറിനെ വന്ന് കണ്ടു. ഡോക്ടറിനെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു സ്ലീപ്പ് സ്റ്റഡി നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് അറിഞ്ഞത് ഇങ്ങനെ ബ്രീത്തിങ് എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ്. അത് എടുക്കുന്നത് തട്ടല്ല, അതിന്റെ ഒരു നേസലില് ബ്ലോക്കേജ് ഉള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വായിൽ കൂടിയാണ് ബ്രീത്ത് എടുത്തോണ്ടിരിക്കുന്നത്. കീബോർഡ് ഇങ്ങനെ ബ്രീത്ത് എടുത്താൽ പറ്റാറില്ല. അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഞാൻ വീടിച്ചത് ഇങ്ങനെ എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോഴും എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് ഡെന്റലിന്റെ ഇതിലേക്ക് ഇങ്ങനെ പോകണോ, ഡെന്റൽ ഡോക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചെയ്ത് നോക്കാം. കാര്യം എല്ലാ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ എനിക്കൊരു പ്രതിവിധി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞാൽ ഒരു ഇതിൽ തന്നെ ഞാനും അവരുടെ ഒന്നും കാര്യങ്ങൾ അവർ പറഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ കാര്യമാക്കിയില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഡോക്ടർ എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കാൻ പറ്റി തുടങ്ങി. മൂക്കിക്കൂടി തന്നെ എന്റെ കൂർക്കമ്മൽ കുറഞ്ഞു തുടങ്ങി. കാര്യം കൂർക്കം വലിക്കണോണ്ട് എനിക്ക് സത്യം പറഞ്ഞ പിള്ളേർ പറയാറുണ്ട് കൂർക്കം വലിക്കുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റാറില്ല. കാര്യം അവരുടെക്കാളും ലാസ്റ്റാണ് ഞാനൊക്കെ ഭയങ്കര. പക്ഷെ അവര് ഇപ്പൊ കറന്നുറങ്ങി എന്റെ കൂർക്കവലിയിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ വന്നുറങ്ങും. അതുപോലെ തന്നെ എന്റെ തലവേദനകള് ഓരോ മാസങ്ങള് ചെല്ലുതോറും എന്റെ ഓരോരോ സിംറ്റംസ് കുറഞ്ഞു പോകാൻ തുടങ്ങി. തലവേദന ആണെങ്കിലോ, ബോഡി പെയിൻ ആണെങ്കിലോ, സ്വെല്ലിങ് ആണെങ്കിലോ, ഭയങ്കര ഇച്ചിങ്, സ്കിൻ അലർജീസ് ഒരുപാട് ഉണ്ടായിരുന്നതാണ് എനിക്ക്. അതൊക്കെ ഓരോരോ മാസങ്ങളിൽ ഒരു 6 മാസമായപ്പോ തന്നെ പിന്നെ കംപ്ലീറ്റ്ലി എന്റെ എല്ലാ സംഭവവും മാറി. എല്ലാവരും തന്നെ ചോദിക്കേണ്ട കാര്യമാണ് ഡെന്റൽ ഡോക്ടറിനെ കണ്ടിട്ടാണോ. കാര്യം നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പനിയോ അങ്ങനെ എപ്പോഴും ജലദോഷം, തൊണ്ടവേദനയാണ് മിക്കപ്പോഴും തന്നെ ഉണ്ടാവുക. കഫത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു രോഗം കൊണ്ട് എനിക്ക് അങ്ങനെ പോവാറില്ല. ചെസ്റ്റ് പെയിൻ വരുമ്പോഴത്തേനും ഇതേപോലെ തന്നെ ഡോക്ടറിന്റെ അടുത്തോട് പറയുമ്പോഴും ഡോക്ടർ ആദ്യം ഇതിന്റെ ബ്ലോക്കിന്റെ കാർഡിയാക്കിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ അതിന്റെ വരെ ടെസ്റ്റുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്കൊന്നുമില്ല. താങ്ക്സ് പറയാനുള്ളത് ഡോക്ടർ ജോജോ വർമ്മറ്റത്തിനോടാണ്. ഡോക്ടർ അന്നാ പറഞ്ഞ ഒരു സജഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതുവരെ എനിക്ക് നല്ലൊരു രീതിയിൽ ബ്രീത്ത് എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കറക്റ്റായിട്ട് ഞാൻ വായിക്കൂടി അല്ലാതെ തന്നെ മൂക്കിക്കൂടി തന്നെ ബ്രീത്ത് എടുക്കാൻ തുടങ്ങിയ എല്ലാ ഡിപ്രഷൻസും ആൻസൈറ്റിയും എല്ലാ രീതിയിലും എല്ലാം വ്യത്യാസങ്ങളായിട്ട് എല്ലാം തന്നെ ഒരു വിധത്തിൽ കുറഞ്ഞ് നല്ല രീതിയിൽ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഒരു എന്താ പറയാ, നന്ദി എന്നൊരു വാക്കിൽ ഡോക്ടറിനോട് പറയാൻ പറ്റില്ല. കാരണം അത്ര നല്ലൊരു ലൈഫാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോക്ടറിനോടും ഡോക്ടറിന്റെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹാരിനോടും പുറകിൽ നല്ല മുങ്കിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹാരിനോടും സ്റ്റാഫിനോടും എല്ലാവരും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.